ഇവിടേക്കാണ് ഇന്നലെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായത്, കണ്ടില്ലേ? എല്ലാം ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കും ഇപ്പോഴും. ഞങ്ങളുടെ ശ്രീനഗർ യാത്ര ഇന്നും നടന്നില്ല, വഴി ക്ലോസ്ഡ് ആണ്. അപ്പൊ ഇപ്പോ ഖത്രയിലാണ്. ഇവിടെ ഒരു വീട് നല്ല വലിയത് വീടായിരുന്നത്, നല്ല ക്ലീനും. ഞങ്ങള് വരുമ്പോ ഒരു കുഞ്ഞല്ല ഒരു വലിയ കായ ഉണ്ടായിരുന്നു. അതെല്ലാം പണി ചെയ്ത് സോപ്പ് അവിടെ വലിയ സോപ്പ്, പുതിയ സോപ്പ് എടുത്ത് അവിടെ വെച്ച് രാത്രിയായിരുന്നു. ഇവിടെ നിന്ന് നാളെ പോകുള്ളൂ. കൊണ്ട് അവർ നല്ല വീടെല്ലാം ക്ലീനാക്കി വെച്ചു. അപ്പൊ ഈ വീടാണ് ഞങ്ങൾ താമസിച്ചത്. മോള് 2 വീടും കൂടി ഉണ്ട്. അവിടെ ആൾക്കാർ, ഇവിടെയുള്ള ആൾക്കാരെ ഞങ്ങളിപ്പോ കളറ് ചൊല്ലി പറഞ്ഞെ എന്റെ ഈ ബുക്ക് ഇമ്രാനോട്. ഇമ്രാൻ പറഞ്ഞ ഈ ബുക്ക് കയറുമ്പോ ഇപ്പൊ എന്റെ ബുക്ക് എടുക്കോ. നമുക്ക് വീഡിയോക്ക് പോവാം. ബൈ കൂട്ടുകാരെ. ആ ഭാഷ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങളിപ്പോൾ പറഞ്ഞതുപോലെ ജമ്മുവിലാണ്. ഇവിടുത്തെ ഒരു നല്ലൊരു ഏരിയയാണ്. നമുക്കിവിടെ ഒരു അപ്പാർട്ട്മെൻറ്റ് കിട്ടി. അതായത് 2 BHK അപ്പാർട്ട്മെൻറ്റ്. നമുക്ക് എന്തായാലും ഇവിടെ 2 ദിവസം സ്റ്റേ ചെയ്യേണ്ടി വരും. കാരണം ശ്രീനഗർ ഹൈവേ ക്ലോസ്ഡ് ആണ്. ഇന്നലെ രാത്രി ഓപ്പൺ ആയി എന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ നമുക്ക് കുറച്ച് കാര്യങ്ങളും കൂടെ ചെറുത് തീർക്കാനുള്ളതുകൊണ്ട് ഞങ്ങൾ ഇന്നും കൂടി ഇവിടെ സ്റ്റേ ചെയ്യാമെന്ന് കരുതി. അപ്പോൾ നാളെ രാവിലെ ഇവിടെ നിന്ന് ശ്രീനഗറിലേക്ക് വിടാം. ഒരു വീടാണ് നമുക്ക് കിട്ടിയത്. മേളിൽ ഇതിൻ്റെ ഓണറും, താഴെ 2 BHK നമുക്കും. അപ്പോൾ ഇവിടെ നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റും. തുണി അലക്കാനുണ്ടായിരുന്നു, തുണി ഒരുപാട് ഇളക്കി എല്ലാം വിരിച്ചിട്ടു. പക്ഷേ പുറത്തിടാൻ പറ്റില്ല, നല്ല മഴക്കാറുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് മഴ പൊടിയുന്നുമുണ്ട് ഇവിടെ. അപ്പോൾ അത് കാരണം അകത്ത് തന്നെ നമുക്ക് വർക്ക് ഏരിയയിൽ തുണിയെല്ലാം വിരിച്ചിട്ടു. ഇവിടെയാണ് കിച്ചൺ. ഇവിടെ ഒരാൾ ഫ്രൂട്ട്സ് കട്ട് ചെയ്തുകൊണ്ടിരിക്കുക. എന്താ പണി? ഫ്രൂട്ട്സ്, മാംഗോ ആൻഡ് കിവി എല്ലാം കട്ട് ചെയ്ത്. ഉച്ചക്കത്തെ ചോറായി. പിന്നെ ഇന്നലെ ഞങ്ങൾ ചിക്കൻ മേടിച്ചോണ്ട് വന്നു. അത് രാത്രി തന്നെ കറി വെച്ച് കഴിഞ്ഞായിരുന്നു. നല്ലൊരു വീടാണ്, അത്യാവശ്യം നല്ല വലിയൊരു വീട്. നമുക്ക് കിവി നല്ലോണം കഴിച്ചു. ഇമ്പ്രൂ ഫ്രൂട്ട്സ് കഴിച്ചോട്ട് നല്ലോണം. അധികം ഇഷ്ടം. ഹെൽത്തി ഫുഡ് അത് തന്നെ കഴിച്ചു. നമ്മുടെ ലഗേജും കാര്യങ്ങളെല്ലാം ഇവിടെ നമ്മൾ നിർത്തിയിട്ടേക്കുമാണ്. ഇവിടെ എടുത്ത് വെച്ചേക്കുന്നത് അല്ലേ. ചോറ് എത്ര വിസിൽ വന്ന് നോക്കിയായിരുന്നാ? മതി. അപ്പോൾ നമ്മുടെ ചോറ് റെഡിയായി. ഇവിടെ ചിക്കൻ കറി ആക്കി. ഉണ്ടല്ലേ, തുണിയെല്ലാം അലക്കിയിട്ടു. കുഴപ്പമില്ല, നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ളൊരു വീടായിരുന്നു. ഞങ്ങളിപ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങി ഒന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി സൂപ്പർ മാർക്കറ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കണം. രാവിലെ തുടങ്ങിയ മഴയാണ്, നിന്നിട്ടില്ല. അത് മഴയെന്ന് വെച്ചാൽ ശക്തമായിട്ടുള്ള മഴയല്ല, ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കണേ. പക്ഷെ നല്ല തണുപ്പും, ഭയങ്കര തണുപ്പും. അങ്ങനെ ഞങ്ങൾ ഫൈനലി ജമ്മുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നേരെ ഇപ്പോൾ ശ്രീനഗറിലേക്കാണ്. റോഡ് ഇപ്പോഴും ലാൻഡ് സ്ലൈഡ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. റോഡ് ക്ലോസ്ഡ് ആണെന്നാ പറയുന്നത്, അറിയത്തില്ല. എന്തായാലും പോയി നോക്കാം. അതെ, പോയി നോക്കാം. എവിടം വരെ നമുക്ക് പോകാൻ പറ്റുമെന്ന് അറിയത്തില്ല. പോയിട്ട് അവിടെ എന്തെങ്കിലും ക്ലോസ് ആണെങ്കിൽ നമുക്ക് അവിടെ എവിടെയെങ്കിലും റൂം എടുത്ത് സ്റ്റേ ചെയ്യാം. എന്തായാലും 2 ദിവസം നമ്മൾ ജമ്മുവിൽ നിന്ന്. ഇവിടെയും മഴയാണ്, ഇപ്പൊ കുറച്ച് തെളിഞ്ഞു വന്നിട്ടുണ്ട്. അതെ, മൂടിക്കെട്ടിയൊരു ഇത്, ഭയങ്കര തണുപ്പും. കണ്ടില്ല ഇവിടെ എല്ലാവരും. ഇമ്രാൻ ഹായ് പറഞ്ഞേ. പക്ഷെ പിള്ളേർക്ക് ഒരു കുഴപ്പമില്ല, അത് അവര് ഹാപ്പിയാണ്. അവര് സ്നോ കാണാൻ വേണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കണേ. എന്തായാലും നമുക്ക് പോയി നോക്കാം. കണ്ടില്ല, ഇപ്പോഴും മഴക്കാറ് പോലെ നിൽക്കുന്നത്. നല്ല കാറ്റും ഉണ്ട് ഇവിടെ, മൂടിക്കെട്ടി തന്നെ നിൽക്കുന്നത്. രാവിലെ ചെറുതായിട്ടൊന്ന് ചാറിയായിരുന്നു, പക്ഷെ ഇന്നലത്തെ അത്രയും മഴ ഇന്നില്ല. അതുകൊണ്ട് രാവിലെ തന്നെ ഞങ്ങൾ ഇറങ്ങി. എന്തായാലും നല്ലൊരു സ്റ്റേ ആയിരുന്നു. 2 ദിവസം അവിടെ നിന്നു. അപ്പൊ നല്ല ആൾക്കാരും നല്ല സ്നേഹമുള്ള ആൾക്കാർ. അപ്പൊ പറഞ്ഞു, ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾക്ക് പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു വന്നോ, നിങ്ങൾക്ക് ഇവിടെ എപ്പോ വേണമെങ്കിലും വരാം, സ്റ്റേ ചെയ്യാന്ന് പറഞ്ഞു. എന്തായാലും നോക്കാം, നമുക്ക് മാക്സിമം പോയി നോക്കാം. ഇനിയിപ്പോ ഇവിടുന്ന് ഒരു 252 കിലോമീറ്റേഴ്സേ ഉള്ളൂ ശ്രീനഗറിലേക്ക്. പക്ഷെ പകുതിക്ക് വെച്ചിട്ട് റോഡ് ക്ലോസ് ആണ്.
അറിയത്തില്ല. കാശ്മീരിന്റെ ദൃശ്യഭംഗി അല്ല, കാശ്മീരിന്റെ ഭംഗി. ഇനി അങ്ങോട്ട് ഫുള്ള് വ്യൂ ആയിരിക്കുമല്ലോ നമുക്ക്. റോഡ് വളരെ മോശമാണ്. നമ്മളിപ്പോ മെയിൻ ഹൈവേയിലേക്ക് കയറിയിട്ടില്ല. അതിനു മുമ്പേ ചെറിയ ചെറിയ വഴി കൂടെ ഇങ്ങനെ കയറിയാണ് ഹൈവേയിലേക്ക് കയറേണ്ടത്. നല്ല വെള്ളം ഒഴുകി വന്നോണ്ടിരിക്കുക. വെള്ളത്തിന്റെ കളർ മാറിയുണ്ട്. ചെളി വെള്ളമാണ്. നമുക്ക് എങ്ങോട്ടാ പോണ്ടേ? ഇത് ഇവിടെ നിന്ന് എങ്ങോട്ടാ? റൈറ്റിലേക്ക്. കലക്ക വെള്ളമാണല്ലോ ഫുള്ള് താഴെ. ഏതോ പഴയ കൊട്ടാരമാണെന്ന് തോന്നുന്നു. കൊട്ടാരമാണ് ഇനി പണിതുകൊണ്ടിരിക്കണേയാണ്, എന്താണെന്ന് അറിയത്തില്ല. ഇതിപ്പുറത്തൊരു വലിയ പുഴ ഒഴുകുന്നുണ്ട്. കലക്ക വെള്ളോട് പോണത്. വലിയൊരു കോട്ടയാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ NH44 കയറി. ഫുള്ള് കോടയാണ് അങ്ങ് ദൂരെ. എന്താ ഭംഗിയല്ലേ. ക്ലൈമറ്റ് പറയണേ നമ്മുടെ മൂന്നാറ്. ചെറിയ പൊടിമഴ. മൂന്നാറിലെ ആ ഒരു തണുപ്പ് ഇപ്പൊ. നല്ല കോട മൂടി നിൽക്കുന്ന മലനിരകൾ. ഒരു 2 വർഷം കഴിയുമ്പോ റോഡൊക്കെ നല്ല പണി നടക്കുന്നുണ്ട്. ഓരോ പില്ലറുടെ ഹൈറ്റ് കണ്ടില്ല എത്രയുണ്ടെന്ന്. ഇതിന്റെ മേളിൽ കൂടെ ആയിരിക്കും ഇനി ഹൈവേ വരാൻ പോകുന്നത്. അങ്ങനെ രണ്ടാമത്തെ ടണലിലേക്ക് കയറാൻ വേണ്ടി പോകണം. അതായത് ശ്രീനഗർ ഹൈവേയിലെ ആദ്യത്തെ ടണലും നമ്മുടെ ഈ റൂട്ടിലെ കുതിരാൻ കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ടണല്. ഇത് ഏതാണെന്നാവോ പേര്? ഇല്ല, പേര് അറിഞ്ഞൂടാ. ഒരുപാട് കാണാൻ ഈ വഴി, ഒരുപാട് ടണലുകൾ. ഞങ്ങളുടെ ശ്രീനഗർ യാത്ര ഇന്നും നടന്നില്ല. വഴി ക്ലോസ്ഡ് ആണ്. അപ്പം ഇപ്പോൾ ഖത്രയിലാണ്. ഇവിടുത്തെ ഹോട്ടലിൻ്റെ വ്യൂ നോക്കിയേ. നമ്മൾ പകുതി വരെ പോയപ്പോഴത്തേക്കും അവർ അവിടെ ക്ലോസ് ചെയ്തു. ട്രാഫിക് പോലീസ് എല്ലാവരും നിന്നിട്ട് അങ്ങോട്ടേക്ക് കടത്തി വിടത്തില്ല. അപ്പം നിങ്ങൾ ബാക്കോട്ട് പോയിട്ട് എവിടെയെങ്കിലും സ്റ്റേ ചെയ്തോന്ന് പറഞ്ഞു വിട്ടു. അപ്പോൾ ഞങ്ങൾ സെർച്ച് ചെയ്തപ്പോൾ തൊട്ടടുത്ത് ഖത്രയായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു റൂം എടുത്തു. ഇനിയിപ്പോൾ നാളെ ഓപ്പൺ ആവുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇവിടെ വന്നു റൂം എടുത്തപ്പോൾ നമുക്ക് കിട്ടിയ വ്യൂ ആണ്. ഫോഗ് നിറഞ്ഞു നിൽക്കുക. ഞങ്ങളൊന്ന് ഖത്ര കറങ്ങാൻ ഇറങ്ങിയതാ. ഒന്ന് ചായയൊക്കെ കുടിച്ചു വരാലോ, ഇവിടെ എങ്ങനെയൊക്കെയാണെന്ന് കാണാമെന്ന്. പക്ഷെ ദേ മഴ ചതിച്ചു. വീണ്ടും മഴ തുടങ്ങി. ഇവിടെ കണ്ടില്ല, രണ്ടുപേരും ഫ്രണ്ടിൽ നടന്നു പോണു. ഞങ്ങൾക്ക് കുടയുണ്ടായത് കൊണ്ടിട്ട് ഞങ്ങൾ കുടയിൽ. ഫ്രണ്ടിലെ വ്യൂ കണ്ടില്ല, അതിൻ്റെ അടുത്താണ് നമ്മുടെ റൂം കിട്ടിയേക്കുന്നത്. വലിയ മഴയില്ല, എന്നാലും ചാറാൻ വേണ്ടി തുടങ്ങി മഴ.
നേരെ നോക്കി. എന്തോ അങ്ങനെ ഞങ്ങൾ ഫൈനലി ഖത്തറിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഹൈവേ ഓപ്പൺ ആയി. ഇന്നലെ രാത്രി തൊട്ട് ഹൈവേ ഓപ്പൺ ആയി. ഇതുവരെ ഒരു കുഴപ്പമില്ലാന്നാണ് അറിയാൻ പറ്റിയേ. അങ്ങനെ ഇപ്പൊ ദേ നേരെ ശ്രീനഗറിലേക്ക് പോണേണ്. ദേ പോകുന്ന വഴിക്കുള്ള ഖത്തറിലുള്ള വ്യൂ ആണിത്. ഇതാണ് നമ്മൾ റൂമിൽ നിന്ന് കണ്ടത്. ഞങ്ങളുടെ റൂമിൽ നിന്ന് ഉണ്ടായിരുന്ന വ്യൂ ആണ് ഈ ഒരു മൗണ്ടൈൻ. ഇന്ന് കുറച്ച് തെളിഞ്ഞിട്ടുണ്ട്, വലിയ മഴയൊന്നുമില്ല, നല്ല വെയിലുണ്ട് ഇന്ന്. ഇവിടുത്തെ കാലാവസ്ഥ ഒന്നും പെട്ടെന്ന് പറയാൻ പറ്റില്ല. അത് പെട്ടെന്നായിരിക്കും ചേഞ്ച് ആവണത്. പെട്ടെന്നായിരിക്കും മഴ വന്നത്. ഇരുണ്ട് കൂടി ഇടിവെട്ട് മഴയായിട്ട് പെട്ടെന്ന് വരും. ഇതുവരെ വലിയ പ്രശ്നമൊന്നും ഇല്ല, അൽഹംദുലില്ലാ. നല്ല രീതിയിൽ പോണു. ഇനി നോക്കാം. നല്ല മലവെള്ളം. ഇവിടെ നിന്നാണ് കുടിക്കാനുള്ള വെള്ളം ടാങ്കറിൽ നിറച്ചുകൊണ്ടും പോകുന്നത്. വ്യൂ നമ്മളിപ്പോ ഉദംപൂര് കയറിയിട്ടുണ്ട്. ഉദംപൂർ ഡിസ്ട്രിക്ട്. ഇവിടേക്കാണ് ഇന്നലെ ലാൻഡ് സ്ലൈഡ് ഉണ്ടായത്. കണ്ടില്ലേ? എല്ലാം ക്ലിയർ ആക്കിക്കൊണ്ടിരിക്കും ഇപ്പോഴും. നല്ല വലിയ ലാൻഡ് സ്ലൈഡ് ആയിരുന്നേ. ഒരു ഭാഗം ഫുള്ള് പോയി ആ ഒരു റോഡ്. ഉണ്ടോ? വെറുതെ അല്ല ഹൈവേ ക്ലോസ് ആയി. ഒരു ലൈൻ ഫുള്ള് കണ്ടില്ലേ? എന്താ വലിയ വലിയ പാറകളാ വന്ന് കിടക്കുന്നേ. ഇതാ മേളീന്ന് മൂന്ന് ദിവസമായിരുന്നു ഈ ഹൈവേ ക്ലോസ് ആയത്. അതായത് ഒന്ന് ഇവര് ക്ലിയർ ചെയ്ത് ഒരു ലൈൻ റെഡി ആക്കും, അപ്പത്തേക്കും അടുത്തത് വീഴും. അങ്ങനെ അങ്ങനെ 3 ദിവസം കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയിരുന്നു. അങ്ങനെ ഇന്നലെ രാത്രിയാണ് ഇത് വീണ്ടും ഓപ്പൺ ആയത്. ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പണി. വേറെ ലാൻഡ് സ്ലൈഡ് നടന്ന സ്ഥലം. ഇതിന്റെയൊക്കെ സമയത്ത് നമ്മൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിലുള്ള അവസ്ഥ, ആ ഒരു മേളിന്ന് ഫുൾ അങ്ങനെ തന്നെ ഇളകി വന്നേക്കും. അത് ഓരോരോ കല്ലിന്റെ ഒക്കെ സൈസ് ഉണ്ടില്ലേ, ഇതൊക്കെ ഫുള്ള് പൊട്ടി. ഈ വഴി ഭയങ്കര ഡേഞ്ചറാണ്. ഏത് നിമിഷം എന്തും സംഭവിക്കാം. കണ്ടില്ല, അങ്ങനത്തെ ലാൻഡ്സ്കേപ്പാണ് ഇവിടുത്തെ. പക്ഷെ ഭംഗി ഒരു രക്ഷയില്ല. എന്താ വ്യൂതേ, അങ്ങ് ദൂരെ നമുക്ക് സ്നോ മൗണ്ടൈനും കാണാം, എന്നാ പച്ചപ്പിന് പച്ചപ്പും കാണാം, താഴെ കൂടെ പുഴയും ഒഴുകുന്നുണ്ട്. എന്താ ഒരു ഭംഗി നോക്കിയേ. ഇപ്പോഴും കല്ലൊക്കെ വീണോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ, കണ്ടില്ലേ? ഇന്നും ഇംപ്രൂവ് നോ. അങ്ങനെ ഞങ്ങൾ മഞ്ഞുമല കണ്ടു. അതിന്റെ അടുത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. ഞാൻ പ്രതീക്ഷിച്ചത് ഇത് ഇറങ്ങുമ്പോ എങ്ങാനും മഞ്ഞ് കാണോ, ഫുള്ള് മഞ്ഞ് പൊതച്ച് കിടക്കണേ ഇരിക്കുമെന്നൊക്കെ. പക്ഷെ ഒന്നുമില്ല, സാധാ നമ്മളിപ്പോ വന്ന വഴി തന്നെ. പക്ഷെ എത്രയോ കിലോമീറ്റർ ആയിരുന്നു. ഇവരാണ് ഇവിടെ ഇപ്പൊ ബ്ലോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഫുൾ ബ്ലോക്ക് ആണ്. എന്തോരോ നോക്കിയേ, ഇവരാണ് ബ്ലോക്ക് കാര്യങ്ങള്. ഇതേ ഓർമ്മ ഇങ്ങോട്ട് തന്നെ. ഇവരെപ്പോഴും നമുക്ക് ബ്ലോക്ക് ആക്കാൻ ഇങ്ങോട്ട് വരും കാട്ടുപോത്തുകള്. ഓരോന്നിന്റെയും കണ്ണ് കണ്ടില്ലേ, വെള്ള കളറ്. അവിടെ വരെ ഉണ്ട്, കൊറേ കാട്ടുപോത്തുകളുണ്ട്. 。 . 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
കയറിപ്പോയിക്കോ. ഇവിടെ വീണ്ടും അടുത്തത്. ഇവരാണ് എപ്പോഴും നമുക്ക് ബ്ലോക്ക് ആക്കാൻ കൊണ്ടുവരുന്ന റോഡില്. മുടിയിലൊക്കെ കളർ അടിച്ചിട്ടാണ് നടക്കണേ. ഫ്രീക്കന്മാരാ. ഇപ്പുറത്ത് നോക്കി. ആഹാ, അടിപൊളി. ഇതേ വാലിലൊക്കെ കളർ അടിച്ചിട്ടുണ്ട് കണ്ടാ. ദേ ഒരു ഫ്രീക്കൻ ഇവിടെ നിക്കണ്. ഹായ്. തീർന്നു. ഇത് താഴെയും കൂടെ കൊറേ പോകുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് കാണാൻ പറ്റുന്നില്ല. നമ്മളിപ്പോ വന്ന ടണലാണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ടണൽ. ഒരു 9 കിലോമീറ്റർ 0.28 മീറ്റേഴ്സ് ഉണ്ട് അതിന്റെ ലെങ്ത് എന്ന് പറയാൻ. ചെനാനി ടണൽ. ഇപ്പൊ വീണതാണെന്ന് തോന്നുന്നു. കാരണം ആ റോഡ് ബ്ലോക്ക് ചെയ്തതേ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. അത് ദേ വീണ്ടും ക്ലീൻ ചെയ്തോണ്ടിരിക്കണേ. അത് തന്നെ. വേഗം വിട്ടോ. ആ ഒരു റോഡ് അങ്ങനെ തന്നെ ക്ലോസ് ആയി. നിമിഷം നേരം കൊണ്ടാണ് ഇവിടെ ഇതൊക്കെ ഞങ്ങൾ ശ്രീനഗർ എത്താനായി. ഇനി ഒരു 94 കിലോമീറ്റർ കൂടെ. വരുന്ന വഴിക്ക് അവിടെ ഇവിടെയൊക്കെ ഇട്ട് ലാൻഡ് സ്ലൈഡും അതുപോലെ തന്നെ റോഡിന്റെ NH44 പണികളൊക്കെ കണ്ടിട്ട് അങ്ങനെ കുറച്ച് ട്രാഫിക് ബ്ലോക്കുകളും എല്ലാം ഉണ്ടായിരുന്നു. ഇപ്പൊ ഓക്കെ, റോഡെല്ലാം ക്ലിയർ ആയി. മേളിലൊക്കെ ഫുള്ള് സ്നോ. തണുപ്പുണ്ട് അത്യാവശ്യം. ഈ കാണുന്നതാണ് ബനിഹാർ റെയിൽവേ സ്റ്റേഷൻ. ഇവിടെ ഒരു മിലിറ്ററിയുടെ ചെക്കിങ് ഉണ്ടായിരുന്നു. ജസ്റ്റ് ID മാത്രം നോക്കി വിട്ടു. ഒരു കുഴപ്പമില്ല. കേരള വണ്ടി കണ്ടപ്പോഴത്തേക്ക് അവർക്കും ഹാപ്പി. ഇത് ജസ്റ്റ് ഒന്ന് ചെക്കിങ്ങിന് വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞിട്ട് ID കാർഡ് മാത്രം നോക്കിയിട്ട് വിട്ടു. നമ്മളിപ്പോ കാശ്മീർ കയറിയില്ല. കാശ്മീർ തന്നെയല്ലേ ഇത്? സീനറി ഫുൾ അങ്ങോട്ട് മാറി. ഇപ്പോ ഇത്രയും നേരം വന്ന ഒരു വ്യൂ അല്ല ഇപ്പൊ നമുക്ക് കാണാൻ പറ്റുന്നത്. ശരിക്കും നമ്മുടെ ലോകത്തിലുള്ള സ്വർഗം എന്ന് പറയണത്, ഭൂമിയിലെ സ്വർഗം എന്ന് പറയണത് ഇത് തന്നെയാണ്. അത്രക്കും ഭംഗിയാ. നമ്മൾ ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് ആ ആകാശത്തിന്റെ കളർ തന്നെ മാറിയതല്ലേ. നല്ല നീല കളറിൽ ആകാശത്തില് വെള്ള വെള്ള പഞ്ഞിക്കെട്ട് പോലെ. അതാ ഒരു കളർ കോമ്പിനേഷൻ കണ്ട. നീല, വെള്ള, പച്ച, മഞ്ഞ. ഭംഗിയാ നോക്കേ കാശ്മീരിന്റെ.
ദേ അങ്ങ് ദൂരെ കാണുന്നതാണ് നമ്മുടെ ദാൽ ലേക്ക്. കണ്ടില്ലേ? ദാൽ ലേക്കിനോട് അടുത്തോണ്ടിരിക്കുന്നു. അങ്ങനെ സിനിമകളിൽ മാത്രം കണ്ട ആ ഒരു ദാൽ ലേക്കിലേക്ക് നമ്മളെത്തി. അവിടെ ഷിക്കാര റൈഡ് നടക്കുന്നുണ്ട്. മെയിൻ എൻട്രൻസ് അപ്പുറത്താണ്. ഭംഗി നോക്കിയേ, അങ്ങ് ദൂരം മഞ്ഞുമലകളും. ഇവിടെയാണ് തോന്നണം അല്ലേ തുളിപ്പ് ഗാർഡൻ ഉള്ളത്. ആ ഇതാണ് ഈ തുളിപ്പ് ഗാർഡൻ. ഇതിന്റെ അകത്താണെന്ന് തോന്നുന്നു. വഴി തന്നെ കണ്ടില്ലേ? ഞങ്ങളങ്ങനെ കാശ്മീർ ശ്രീനഗറിലെ ഒരു ഹോം സ്റ്റേ ന്യൂഡിൽസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. നല്ല തണുപ്പ്. ഇവിടെ ഒരു കിച്ചൺ സെറ്റപ്പ് പോലെ തന്നായിരുന്നു. നമ്മുടെ വണ്ടി. അങ്ങനെ ദേ ഇവിടെ ഇരുന്നിട്ട് മാഗി ചുടു മാഗി കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ ഒരു ഹോം സ്റ്റേയിലാണ് ഇവിടെ താമസിക്കുന്നത്. പിന്നെ പ്രതീക്ഷിക്കുന്നതിനേക്കാളും വലിയ തണുപ്പാണ്. അത് നല്ലതേ. ഇവിടെ നമ്മൾ ചെയ്തു. ബാക്കില് നല്ല മൗണ്ടൻ വ്യൂ ഉണ്ട്. കാണാൻ പറ്റുമോന്ന് അറിയത്തില്ല. നല്ല തണുപ്പും നല്ലൊരു വ്യൂ ആയിട്ട് ചൂടും മാഗി. അപ്പോൾ ശ്രീനഗറിലെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.